പൊതുവെ സിനിമയിൽ കാണുന്ന ഒരു പ്രശ്നങ്ങളാണ്. പൊതുവെ പ്രവാസികളായ കുറേ ആളുകൾ ഇവിടെ സിനിമയ്ക്ക് വരുന്നു. അവർക്ക് പല രീതിക്ക് നെഗറ്റീവ് ഉണ്ടാകണം. ചിലപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി വരും. പക്ഷെ സിനിമ ഒന്നും അറിയാതെ വന്ന് ചില പ്രവാസികൾ ചാടുന്നു. അവർ ഭയങ്കരമായിട്ട് തട്ടിപ്പിനിരയാവും. അവരെ വെച്ച് മുതലാക്കുന്നു. ചില ഡയറക്ടർമാരും ചില സാങ്കേതിക വിദഗ്ധർ അവരെ വെച്ച് മുതലാക്കിയിട്ട് അവരെ നിന്ന് മാക്സിമം പൈസ ഊരിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെ സംബന്ധിച്ചുള്ള ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു ഗ്ലാമർ വേൾഡാണ് സിനിമയെന്ന് പറയുന്നത്. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഒരുപാട് വേദനാജനകമായ സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പം എന്നെപ്പോലെ വരുന്നൊരു പ്രവാസി, ഈ പ്രവാസി ഇപ്പം എന്നെപ്പോലെ പാഷനായിട്ട് വരുന്നൊരു പ്രവാസി. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഓവർസീസ് റൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ സിനിമ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇത്ര മാർക്കറ്റ് ഉണ്ടായത് തന്നെ ധാരാളം മലയാളികൾ, ധാരാളം പ്രവാസികൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയപ്പോഴാണ് ഈ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഇത്രയും പ്രയോറിറ്റി കിട്ടിയത്. ഈ മലയാളികളിൽ ഒരുപാട് ധാരാളം ആൾക്കാർ പാഷനായിട്ട്, സിനിമയോട് പാഷനായിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. അഭിനയിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് കിട്ടുന്ന ബന്ധങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയിൽ കിട്ടുന്ന കുറേ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ഫ്രോഡായിട്ടുള്ള കുറേ ധാരാളം ആൾക്കാർ ഇതിനകത്തുണ്ട്. അതില്ല എന്ന് നമ്മൾ സിനിമയ്ക്കുള്ളിലുണ്ട്.